ഏയ് എല്ലാവർക്കും സേഫോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ചെറിയൊരു ടിപ്സ് കാണിക്കാൻ നേരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ മോക്സിസൈക്ലിൻ അല്ലെങ്കിൽ ടെട്രാസൈക്ലിൻ പോലുള്ള ക്യാപ്സ്യൂൾസ് ഈ നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുമ്പം നമ്മളത് സിറിഞ്ചിനകത്ത് അതിൻ്റെ കവർ കളഞ്ഞ് പൊടിയായിട്ട് ചാടിച്ച് വെള്ളത്തിൽ ഷെയ്ക്ക് ചെയ്തെടുത്ത് മറ്റേ മറ്റേ റബ്ബറിൻ്റെ ഐറ്റം കുത്തി എന്നിട്ടാണ് നമ്മൾ ബേഡ്സിന് സാധാരണ കൊടുക്കാറ്. നമ്മൾ ഡയറക്റ്റ്ലി കൊടുക്കുന്നവരുണ്ടാവും, ചിലർ കൊടുക്കുന്നവരുണ്ടാവും, ചിലർ കൊടുക്കാൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ്, അതായത് നമുക്ക് ഡയറക്റ്റ് ക്യാപ്സ്യൂൾ ഏത് രീതിയിൽ കൊടുക്കാം, അതിപ്പോൾ എല്ലാവർക്കും വയലിട്ട് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ സ്വല്പം കൂടെ ഈസി ആയിട്ട് ഏത് രീതിയിൽ കൊടുക്കാം എന്ന് കാണിച്ചു തരാൻ വേണ്ടി വെറുതെ ഒരു ചെറിയൊരു ടിപ്സ് മാത്രമാണിത്. ഇതിപ്പോൾ എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് രാവിലെ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാവിന് ചെറിയ കഫക്കെട്ടിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 1-2 ദിവസമായിട്ടുള്ള സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട്, അപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലുള്ള ചെറിയ കഫക്കെട്ടിന് നമുക്ക് ടെട്രാസൈക്ലിൻ യൂസ് ചെയ്താൽ മതി. ഒരു 3 ദിവസം 4 ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ കഫക്കെട്ട് അങ്ങ് മാറും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ പുള്ളിക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് ഇന്ന രീതി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ എന്ന്. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനൊരു എപ്പിസോഡ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആളുണ്ട്, ആൾക്ക് നമുക്കൊരു ടെട്രാസൈക്ലിൻ കൊടുത്തു നോക്കാം. ഓക്കെ, ആളെ എടുക്കാം, ഒരു ക്യാപ്സ്യൂൾ എടുക്കാം. നമ്മുടെ ബർപ്പൻ ഓസ്ട്രേലിയൻ റെഡ് മെയിലാണ്, നമുക്ക് അദ്ദേഹത്തിനാണ് കൊടുക്കേണ്ടത്. ഒരു സെക്കൻഡ്, ക്യാപ്സ്യൂൾ എടുത്തിട്ട് വരാം. സോ കുറച്ച് ഇന്ന് അപ്ഡേറ്റ്സാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് അപ്ഡേറ്റ്സ് ചെയ്യുന്നുള്ള രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്, ഞാൻ ഓർക്കുന്നുണ്ട്, മറന്നിട്ടില്ല. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം നമ്മൾ അപ്ഡേറ്റ്സിനുള്ള വീഡിയോ എടുക്കുന്നതാണ്. ഓക്കെ, സോ ആരും വഴക്കൂടണ്ട, വരും, അപ്ഡേറ്റ്സ് വരും. ഓക്കെ, ഞാൻ ക്യാമറ ഒന്ന് താഴേക്ക് പാൻ ചെയ്യുവാണേ. ഓക്കെ, ഇതാണ് നമ്മുടെ ബേഡ്. ഓ, പുള്ളി സ്ട്രോങ് ആയിട്ട് പിടിച്ചേക്കാനുള്ള രക്ഷയില്ലല്ലോ. ഓക്കെ, ബേഡ് ഇതാണ്. ഓക്കെ, ഞാൻ അപ്പുറം വരാം, അതായിരിക്കും നല്ലത്. ഐ ഹോപ്പ് നിങ്ങൾക്കിപ്പോൾ അത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന് നമ്മൾ ഇതാണ് ടെട്രാസൈക്ലിൻ്റെ ക്യാപ്സ്യൂളാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത്. ടെട്രാസൈക്ലിൻ ക്യാപ്സ്യൂൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ബേഡിൻ്റെ വായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വായിൽ സ്റ്റക്കാവും അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെട്രാസൈക്ലിൻ ക്യാപ്സ്യൂൾ വെറുതെ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക. ഇത് വെള്ളം കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഡിപ്പ് ചെയ്തു. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാപ്സ്യൂളിൻ്റെ പുറത്തുള്ള ഒരു ഇതുണ്ടല്ലോ, ഈ സ്കിൻ അങ്ങോട്ട് ഭയങ്കര വഴുവഴുപ്പാവും, പക്ഷേ അത് അലിയാൻ തുടങ്ങും. ഈ സിറ്റുവേഷനിൽ നമ്മൾ ബേഡിനെ കയ്യിൽ ഹോൾഡ് ചെയ്യുക, തല ഇങ്ങനെ 2 വിരലിന് നടുക്ക് വരാവുന്ന രീതിയിൽ പിടിക്കുക, പതുക്കെ തുറക്കുക. അതിനുശേഷം വായിലേക്ക് വെച്ച് കൊടുത്തിട്ട് പതുക്കെ, ഇപ്പോൾ പുള്ളി സ്ട്രഗിൾ ചെയ്യാനാണ്, പതുക്കെ നമ്മളൊന്ന് തള്ളി കൊടുക്കുക. ആണോ, ഈസി ആയിട്ട് അത് ഇറങ്ങിപ്പോയി. നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പതുക്കെ തള്ളി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്യാപ്സ്യൂൾ അങ്ങ് ഇറങ്ങിപ്പോയിക്കോളും. അത് ഏറ്റവും എളുപ്പം കൊടുക്കാനുള്ളത് ക്യാപ്സ്യൂൾസാണ്, ഏറ്റവും എളുപ്പം കൊടുക്കാവുന്നത്. കാരണം അത് നീളം കൂടുതലായത് കാരണം പലർക്കും സംശയമായിരിക്കും അത് ഇറങ്ങിപ്പോവോ, വായിൽ സ്റ്റക്കാവോ എന്നൊക്കെയുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അത് ചെറുതായിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്ലപ്പ് എന്ന് പറഞ്ഞാൽ കയറി അങ്ങ് പോകും. സോ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടാബ്ലറ്റ്സ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ടാബ്ലറ്റ്സ് നമ്മൾ മുറിച്ചിട്ട് പീസായിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അതും വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനത് ഇൻട്രോട്യൂസിഡിൻ്റെ നമുക്കൊരു ഹാഫ് ടാബ്ലറ്റ് കൊടുത്ത് നോക്കാം. അത് ഇദ്ദേഹത്തിനല്ല, നമുക്ക് വേറൊരു ബേഡിന് പിടിക്കാം. 2 ആൻറ്റിബയോട്ടിക്സ് ആണ്, വെറുതെ ബേഡ്സിന് കൊടുക്കുന്നത് നല്ലതല്ല. എന്നിരുന്നാൽ കൂടി നമുക്കൊരാൾക്ക് കൊടുക്കുക. നേക്കഡ് നെക്കിനെ പിടിക്കും. ഇത് നമ്മുടെ നേക്കഡ് നെക്കിൻ്റെ ഫീമെയിൽ ബേഡാണ്. അത്യാവശ്യം ചെറിയ ബേഡാണ്. അപ്പോൾ ഈ ക്യാപ്സ്യൂൾ ഇറങ്ങിപ്പോയില്ലെന്നുള്ള ഭയം മാറാൻ വേണ്ടിയിട്ടാണിത്. സോ അത് നമ്മൾ ആദ്യമേ കയ്യിൽ ഇത് പിടിക്കുക, ഇടത്തെ കയ്യിൽ
പിടിച്ച് ഇങ്ങനെ ചേർത്ത് എത്തിയതിന് ശേഷം പതുക്കെ തുറന്നു കൊടുക്കുക. ഒരു വിരൽ വെച്ച് പതുക്കെ ലോക്ക് ചെയ്യുക. ക്യാപ്സ്യൂൾ ഇടുക. ഏറ്റവും റൗണ്ടായിട്ടുള്ള പോർഷൻ നമ്മൾ ആദ്യം വൈക്കകത്തേക്ക് വെച്ച് കൊടുക്കുക. അധികം നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം, നമ്മളധികം സ്ട്രഗിൾ ചെയ്യുമ്പോഴാണ് ബേർഡ് സ്ട്രഗിൾ ചെയ്യുള്ളൂ. പതുക്കെ താഴ്ത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അവർക്കറിയാം താഴത്ത് ഇറക്കാനുള്ളതെന്നറിയാം, അവർ ഇറക്കുള്ളൂ. നമുക്ക് പതുക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് നമുക്ക് കയ്യിൽ തടയുമായിരുന്നു. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കേ ക്യാപ്സ്യൂൾ ഇറങ്ങി പോകുന്നു. പരിപാടിയായിരുന്നു. ഇത്രേ ഉള്ളൂ. അപ്പം നമ്മൾ എത്രത്തോളം ഈസി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നോ അത്രയും ഈസി ആയിട്ട് ബേർഡ്സും റെസ്പോണ്ട് ചെയ്യും. ഞാനിപ്പോൾ ബേർഡിനെ പിടിച്ചിരിക്കുന്നത് വെറുതെ കൈ കൊണ്ട് ടച്ച് ചെയ്ത് പിടിച്ചിട്ടുള്ളൂ. നമ്മളധികം സ്ട്രെയിൻ എടുത്ത് പിടിച്ചിട്ടില്ല. നമ്മളധികം സ്ട്രെയിൻ എടുക്കുമ്പോഴാണ് ബേർഡ്സും കൂടുതൽ ബലം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ആൾക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മളും കൂടുതൽ ബലം കാണിക്കുമ്പോഴാണ് അടുത്തിരിക്കുന്ന ആളും കൂടുതൽ ആയിട്ട് റിപ്പൽ ചെയ്യുന്നത്. സോ ബെറ്റർ നമ്മൾ ഈ പറയുന്ന ബേർഡിനെ നന്നായിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുക, പതുക്കെ കാര്യങ്ങൾ ചെയ്യുക. അവർക്കും കാര്യങ്ങൾ മനസ്സിലാവാനും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ ടിപ്സായിട്ട് കാണിക്കാനായിട്ട് ഉദ്ദേശിച്ച്. കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ തിരിച്ചു കൊണ്ടുവിടുവാണ്. സോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ക്ലോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു ടിപ്സ് നിങ്ങൾക്ക് സഹായകരമായിട്ട് നിങ്ങൾ ഷുവറായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇനി ഇങ്ങനെയുള്ള ചെറിയ ടിപ്സും കാര്യങ്ങളും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് എപ്പിസോഡ് ഈസ് ഗോയിങ് ടു ബി എ ബിഗ് വൈറൽ തിങ്. ബിക്കോസ് നമ്മുടെ ലോഫ്റ്റിലുള്ള എല്ലാ ബേർഡ്സിനെയും നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. അത് ഇതുപോലെ ചെറിയ വീഡിയോ ആയിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അത്യാവശ്യം ലെങ്തി വീഡിയോ ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. ഓക്കെ, സോ ടേക്ക് കെയർ ഗൈസ്, ബൈ.